ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, ഡിസംബർ 27 വിശുദ്ധ യോഹന്നാൻ ശ്ലീഹയുടെ തിരുനാൾ ദിനം. അന്ത്യ അത്താഴവേളയിൽ യേശുവിന്റെ മാർവിൽ ചാരിക്കിടന്ന് ആ ചൂടനുഭവിച്ച ഏക ശിഷ്യൻ. ഇത് ഗെത്സെമനിലും ആ രക്തം വിയർക്കൽ നൊമ്പരം സാക്ഷിയായി ഇതാ യോഹന്നാൻ അവിടെയുണ്ട്. താബോറിലെ രൂപാന്തരീകരണത്തിലും ജൈറോസിന്റെ മകളെ ഉയർപ്പിച്ചപ്പോഴും യോഹന്നാനുണ്ട്. മറ്റു സുവിശേഷകർ രേഖപ്പെടുത്താത്ത യേശു സംഭവങ്ങള് ഇതാ യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രമേ നാം കാണുന്നുള്ളൂ. ഡൊമിഷ്യൻ ചക്രവർത്തി തിളച്ച എണ്ണയിലിട്ടെങ്കിലും പോറലേൽക്കുന്നില്ല എന്ന് കണ്ട് പാത്മോസിലേക്ക് നാടുകടത്തുകയാണ്. വെളിപാടെന്ന ആ ഈടുറ്റ ആത്മീയ ഗ്രന്ഥം രചിക്കാൻ അസഹനങ്ങൾ സഹായകമായി. 3 ലേഖനങ്ങളും ആത്മീയ ആന്തരികമായ വളർച്ചയ്ക്ക് നമ്മെ സഹായിക്കുന്നവയാണ്. അവസാന കാലഘട്ടം ഒന്ന് മാത്രമേ ഉപദേശിച്ചുള്ളൂ: കുഞ്ഞു മക്കളെ നിങ്ങൾ സ്നേഹിക്കൂ. സ്നേഹത്തിന്റെ പ്രമാണം, യേശുവിന്റെ സ്നേഹത്തിന്റെ പ്രമാണം അതുപോലെ പകർന്നു നൽകിയ ഏകശിഷ്യൻ യോഹന്നാനാണ്. ആത്മീയമായി ഉയർന്നു പറക്കുന്ന കഴുകന്റെ പ്രതീകമായി യോഹന്നാൻ ഇന്നും നമ്മുടെ മുന്നിലുണ്ട്. നമുക്കും സ്നേഹത്തിന്റെ ആ ശിഷ്യനെ അനുകരിക്കണ്ടേ? ആത്മീയമായി വളരണ്ടേ? സ്നേഹിക്കാൻ പരിശീലിക്കണ്ടേ? ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു. ആമേൻ.